ഇഫ്താറിന്റെ സമയത്തോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോംബോ ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ബട്ടൂരയും ചന മസാലയും, ഇത് രണ്ടും കൂടെ അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു റവയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്ത റവയാണ് കേട്ടോ. വറുത്ത റവ ആയതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് കുതിർത്തെടുക്കുന്നത്. വറുക്കാത്ത ചെറിയ നൈസായിട്ടുള്ള റവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുതിർത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് തന്നെ നമുക്ക് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഈ ഓയിലും തൈരും ഒക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള ആ ഒരു റവ കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ റവയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തത് കാരണം ആ ഒരു വെള്ളം കുറച്ചുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ബാക്കി നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വെള്ളം കൂടി പോവാതെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മൊത്തം ഒരു 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടത്. പിന്നെ നമ്മൾ 1/4 കപ്പ് റവയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുഴച്ച് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് കയ്യിൽ ഒട്ടുന്ന പരുവത്തിലൊക്കെ ആയിട്ട് വരും. പിന്നെ നന്നായിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിൽ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിലിന് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിത് അടച്ച് വെച്ചിട്ട് ഇനി ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു 2 മണിക്കൂർ എങ്കിലും വെക്കണം, അപ്പോഴേ ഉള്ളൂ നന്നായിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ചന മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളക്കടല 1 കപ്പോളം കുതിർത്തെടുത്തതുണ്ട്. അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. കടല നന്നായിട്ട് കുതിർന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടല നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അരഞ്ഞിട്ടില്ലെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കൊരു 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ അരച്ചതുപോലെ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലും എടുക്കാം. ഞാനിവിടെ ബട്ടർ മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഏലക്കായ കുത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം ചെറിയ കഷ്ണം പട്ടയും 2 ഗ്രാമ്പൂവും പിന്നെ ഒരു ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഈ ഒരു സ്പൈസസ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടും ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് സമയത്ത് വഴറ്റണ്ട, കാരണം മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഉള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ളിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. അതുവരെ വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഉള്ളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഡ്രൈ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ബട്ടറൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയിലുള്ള വെള്ളവും വറ്റിയെടുക്കണം. വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം.
തക്കാളിയിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ആ തക്കാളിയുടെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് പോയി കിട്ടണം കേട്ടോ. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ കസൂരി മേത്തിയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ടിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കടല വേവിച്ചെടുത്തിട്ടുള്ളത് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിത് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോഴുള്ള അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കടല വേവിക്കാനും നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മസാലയിലേക്കൊക്കെ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ആ ഒരു ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയതൊക്കെ കണ്ടോ, ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന ആ ഒരു രീതിയിൽ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചന ബട്ടർ മസാലയല്ലേ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രഷ് ക്രീമും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അല്പം മല്ലിയില അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ അല്പം കസൂരി മേത്തിയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചന ബട്ടർ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബട്ടൂര കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5-5.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ വെച്ചാലും മതി. സമയം ഉണ്ടെങ്കിൽ ഒരു 5 മണിക്കൂർ വരെയൊക്കെ വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഒന്നും കൂടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എന്താ ഇതുപോലെ പതുക്കെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒന്ന് പതുക്കെ കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ക്രാക്കൊന്നും വീഴാതെ നമുക്ക് ഇതുപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കാം. പിന്നെ ഇത് നമ്മുടെ എത്ര ആണോ നമ്മൾ വലുപ്പം വേണ്ടതെന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ആദ്യം കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം റോളർ വെച്ചിട്ട് പതുക്കെ ഒന്ന് അധികം ബലം കൊടുക്കാതെ ഒന്ന് പരത്തി കൊടുക്കാം. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് പരന്ന് കിട്ടും. പിന്നെ ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്. ചെറുതായിട്ടൊരു കട്ടിയോട് കൂടിയിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ചൊരു കട്ടിയോട് കൂടിയിട്ട് നമ്മൾ പൂരിനേക്കായും ഒന്നും കൂടെ കട്ടിയോട് കൂടിയിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ളത് ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ചൂടിൽ തന്നെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് അങ്ങ് പൊങ്ങി വന്നോളും. എന്നിട്ട് ഒരു സൈഡ് ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഈ ഒരു കളറായി വരുന്നോ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറേ സമയം ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ പൂരിയിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഉൾഭാഗമൊക്കെ ഇരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് ഈ ചന മസാലയിൽ ഇങ്ങനെ കൂട്ടി കഴിച്ചാലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.